മലയാള മനോരമയുടെ സമ്പാദ്യം ബിസിനസ് സമ്മിറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായും കേരളത്തിൻ്റെ വ്യവസായ ഭൂപടത്തിലും സാമ്പത്തിക മേഖലയിലും മികച്ച അടയാളപ്പെടുത്തലാവും ഈ ബിസിനസ് സമ്മിറ്റ്. നമ്മുടെ സംരംഭങ്ങൾ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയൊക്കെ ലക്ഷ്യമിടുവാനും തീർച്ചയായും ഈ സമ്മിറ്റ് ഉപകരിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുക. നമുക്കറിയാം, കാരവൻ എന്ന് നമ്മൾ വിളിക്കുന്നത് വലിയ സിനിമാ താരങ്ങളും അല്ലെങ്കിൽ ബിസിനസ് മാഗ്നറ്റുകളും ഒക്കെ വിശ്രമവേളകളിൽ ഉപയോഗിക്കുന്ന വാഹനത്തെയാണ്. മരുഭൂമിയിൽ ഒട്ടകക്കൂട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെയാണ് ശരിക്കും കാരവൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒട്ടകക്കൂട്ടങ്ങളുടെ വേഗത അളക്കുന്നത് അതിൻ്റെ അവസാനം പോകുന്ന ഒട്ടകത്തിൻ്റെ വേഗത അനുസരിച്ച് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റെ വേഗത അളക്കുന്നത് മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ യൂസഫ് അലിയുടെ വേഗത അനുസരിച്ചല്ല, സാധാരണക്കാരൻ്റെ വേഗത അനുസരിച്ചായിരിക്കണം നമ്മുടെ നാടിൻ്റെ വേഗത കൂടി അളക്കാനായിട്ട്. അപ്പോൾ ആ നിലയിൽ നമുക്ക് എല്ലാവരെയും കരുതുവാൻ കഴിയുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് വലിയ ഒരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നത്. തീർച്ചയായും CSR പ്രവർത്തനങ്ങൾ ഏറ്റവും നമുക്ക് മാതൃകയായി എടുത്തു പറയാവുന്നത്, അല്ലെങ്കിൽ ഞാൻ അഭിമാനത്തോടു കൂടി കാണുന്നത് ടാറ്റായുടെ CSR പ്രവർത്തനങ്ങളെയാണ്. ടാറ്റ ട്രസ്റ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും നടത്തുന്ന വലിയ ഇടപെടലുകൾ, വലിയ നേതൃത്വം നമുക്ക് തീർച്ചയായും അഭിമാനിക്കാവുന്നതാണ്. ലോകത്തിന് തന്നെ മാതൃകയാണ് ടാറ്റ ട്രസ്റ്റിൻ്റെ CSR പ്രവർത്തനങ്ങൾ. ആ നിലയിൽ തീർച്ചയായും നമുക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് ടാറ്റ സൺസ്. അപ്പോൾ ടാറ്റ സൺസിൻ്റെ ഓഹരിയിൽ ഏതാണ്ട് 66% ടാറ്റ ട്രസ്റ്റിനാണ്. അപ്പോൾ പൂർണ്ണമായും CSR പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ ടാറ്റ ട്രസ്റ്റിന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ടാറ്റ ഗ്രൂപ്പിൻ്റെ മറ്റ് കമ്പനികൾ അതിൻ്റെ ബഹുഭൂരിപക്ഷം ഷെയറുകളും ടാറ്റ സൺസാണ്. അപ്പോൾ ആ നിലയിലുള്ള ലാഭം മുഴുവൻ ടാറ്റ സൺസിലേക്കും ടാറ്റ ട്രസ്റ്റിലേക്കും വന്നുകൊണ്ട് രാജ്യത്തിൻ്റെ തന്നെ വലിയ മുന്നേറ്റത്തിന് അവർ നേതൃത്വം കൊടുക്കുകയും, അപ്പോൾ CSRന് തീർച്ചയായും ചിട്ടയായ പ്രവർത്തനം എല്ലാ തരത്തിലും നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസായ ഭൂപടത്തിൽ വലിയ സംഭാവനകൾ നൽകുന്ന, പ്രത്യേകിച്ച് സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ടാറ്റ ബിസിനസ് ചെയ്യുന്നത്. ഓരോ പ്രോഡക്റ്റുകളും നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റത്തിനും എല്ലാ തരത്തിലുമുള്ള പുരോഗതിക്ക് ഉപകരിക്കുന്ന നിലയിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ആ ടാറ്റ പ്രത്യേകിച്ച് കാറുകൾ നിർമ്മിക്കുന്നു, ബസ്സുകൾ നിർമ്മിക്കുന്നു, ലോറികൾ നിർമ്മിക്കുന്നു, സ്റ്റീൽ ഉണ്ടാക്കുന്നു, എല്ലാ തരത്തിലുമുള്ള നിർമ്മാണ മേഖലയിലും ഉൽപ്പാദന മേഖലയിലുമൊക്കെ ശക്തമായി നേതൃത്വം കൊടുക്കുന്ന ടാറ്റയുടെ ജീവിതം തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണണമെങ്കിൽ UPയിലെ ഗ്രാമങ്ങളിലേക്ക് ചെല്ലണം, അല്ലെങ്കിൽ ബീഹാറിലെ ചെറിയ പ്രദേശങ്ങളിലേക്ക് നമുക്ക് എത്തി നോക്കിയാൽ ടാറ്റ ജീവിതങ്ങളെ എത്രമാത്രം തൊട്ടുണർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ UPയിലെ ഗ്രാമങ്ങളിൽ ചെന്ന ടാറ്റയുടെ ആടുകളെ നമുക്ക് കാണാൻ കഴിയും, ടാറ്റയുടെ കോഴികളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ടാറ്റ സാമ്പത്തികമായ സ്വയം പര്യാപ്തത നമ്മുടെ നാടിന് വേണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് വലിയ ഒരു സങ്കല്പം അതിലുണ്ട്, സാമ്പത്തികമായ സ്വയം പര്യാപ്തത. എല്ലാവർക്കും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറാൻ കഴിയുക, അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ സ്വപ്നമെന്ന് പറയുന്നത്. എല്ലാവരും വരുമാന സ്രോതസ്സുകളായി മാറുന്ന അവസ്ഥയിലാണ് രാജ്യത്തിൻ്റെ
പുരോഗതി മികവാർന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ ടാറ്റ ഈ കാര്യത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോഴും നിർധനരായ ആളുകളെ സഹായിക്കുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകുമ്പോഴും ഒക്കെ തീർച്ചയായും എല്ലാവരെയും സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങളിൽ കൂടി ഇടപെടുന്നു എന്നുള്ളതാണ് തീർച്ചയായും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ CSR പ്രവർത്തനങ്ങൾ ആ നിലയിൽ നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയണം. പ്രത്യേകിച്ച് നിയമപരമായ ഒരു ബാധ്യതയായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കടപ്പാട് തീർക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയായി CSRനെ ഒരിക്കലും കാണരുത് എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്. CSRനെ നല്ല ആസൂത്രണത്തോടുകൂടി മികവാർന്ന പ്രൊഫഷണലിസം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും CSR നല്ല ഒരു പദ്ധതിയായി നമ്മുടെ ജീവിതയാത്രയിൽ പിന്തള്ളപ്പെട്ടു പോകുന്നവർ, ഒറ്റപ്പെട്ടു പോകുന്നവർ, പരാജയപ്പെടുന്നവർ എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഈ ലോകം എല്ലാവർക്കും വേണ്ടിയുള്ള ലോകമാണ്. പരാജിതരുടെയും വിജയികളുടെയും ലോകമാണ്. ആ ലോകത്തിലേക്കുള്ള ഒരു മുന്നേറ്റത്തിൽ തീർച്ചയായും നമ്മുടെ CSRൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയണം. അതിലാണ് ഞാൻ സൂചിപ്പിച്ചത്, നമുക്ക് വലിയ ഇടപെടൽ ഈ കാര്യത്തിൽ നടത്താനായിട്ട് കഴിയും. വലിയ ദുരിതപൂർണമായ അവസ്ഥയിൽ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാ തരത്തിലും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. നമ്മൾ ഓർത്തോളം ആരും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും നെടുവീർപ്പുകളും ഒന്നും വിലയ്ക്ക് വാങ്ങുന്നതല്ല. അതെല്ലാം അവരുടെ ജീവിതയാത്രയിൽ അവരറിയാതെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അതെല്ലാം തരണം ചെയ്യുവാൻ, അതിനെല്ലാം നേരിടുവാൻ തക്കവണ്ണമുള്ള ഒരു ശക്തിയും ഒരു പിന്തുണയും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന് പ്രത്യേകമായി സൂചിപ്പിക്കട്ടെ. ആ നിലയിൽ നമുക്ക് ശക്തമായി പോകുമ്പോഴാണ് നമ്മുടെ നാടിന് ശക്തമായ ഒരു പുരോഗതി ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. എല്ലാവർക്കും സന്തോഷത്തോടു കൂടി, എല്ലാവർക്കും അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാക്കി, ഒരു രാജ്യമാക്കി നമ്മുടെ നാടിനെ മാറ്റുമ്പോൾ തീർച്ചയായും എല്ലാ തരത്തിലുമുള്ള ശ്രേഷ്ഠത നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ എൻ്റെ നാട്ടിൽ, എൻ്റെ നേതൃത്വത്തിൽ എൻ്റെ നാട് എന്ന് പറയുന്ന ഒരു ജനകീയ കൂട്ടായ്മ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി എൻ്റെ നാട് ട്രസ്റ്റ് നിരവധി പരിപാടികൾ, പ്രത്യേകിച്ച് ഏതാണ്ട് 500ഓളം പരിപാടികളും അതോടൊപ്പം തന്നെ നിരവധി പദ്ധതികളും കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം സാധാരണക്കാരൻ്റെ ജീവിതത്തെ തൊട്ടുണർത്തുന്ന പദ്ധതികളാണ്. പ്രതിസന്ധിയിലായവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നമ്മുടെ നാട് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ള കരുതലും പിന്തുണയും അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും തിരിച്ചു നൽകണമെന്നുള്ള വലിയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ CSR പരിപാടികളെല്ലാം എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ നമ്മൾ നടപ്പിലാക്കുന്നത്. കോതമംഗലത്ത് ഏതാണ്ട് 8 പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ CSR പരിപാടികൾ നമ്മൾ അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്കറിയാം, ഏതാണ്ട് 5000ഓളം കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരെ പരിപാലിക്കുന്നത് ഉൾപ്പെടെ, പ്രത്യേകിച്ച് അവർക്ക് ആവശ്യമായ ഭക്ഷണം, അവർക്ക് മരുന്നിൻ്റെ ആവശ്യകതയുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഉപകരണ ലഭ്യത, ബെഡും കട്ടിലും അടക്കമുള്ള, വീൽ ചെയർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് ഈ കിടപ്പ് രോഗികളെ നമ്മൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത്, കിടപ്പ് രോഗികൾക്ക് കേരളത്തിൽ തന്നെ പെൻഷൻ ഏർപ്പെടുത്തിയ ഏക ട്രസ്റ്റാണ് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ. നമ്മൾ 500 രൂപ വെച്ച് എല്ലാ മാസവും കിടപ്പ് രോഗികളുടെ വീടുകളിൽ എത്തിച്ചുകൊണ്ടാണ് എൻ്റെ നാടിൻ്റെ പ്രവർത്തനങ്ങൾ കിടപ്പ് രോഗികൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി
നമ്മുടെ സംസ്ഥാനത്തെ സഹോദരിമാർക്ക് വേണ്ടി ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി. എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ ഒരു വർഷം മുമ്പ് ഏതാണ്ട് 500 പേർക്കാണ് 1000 രൂപയുടെ നിർധനരായ വിധവകൾക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത് തീർച്ചയായും പ്രത്യേകിച്ച് ഞാൻ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ 1000 രൂപയുടെ ഈ കൈനീട്ടം എന്ന് പറയുന്ന പദ്ധതി ഇത്രയും സ്വീകാര്യത കിട്ടിയ ഒരു പരിപാടി എൻ്റെ നാടിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ധാരാളം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അമ്മമാരും സഹോദരിമാരുമുണ്ട്. ജീവിതത്തിൻ്റെ യാത്രയിൽ പല കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്നത്. ഒരു പെൻഷന് വേണ്ടി, ഒരു സഹായത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ പലപ്പോഴും ഈ അമ്മമാർക്ക് ഉണ്ടാകാറുണ്ട്. അത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1000 രൂപയുടെ പെൻഷൻ പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത്. കൈനീട്ടം എന്ന നിലയിൽ എല്ലാ മാസവും അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായും ഒരു ദിവസം താമസിച്ചാൽ അവരുടെ വിളി വരികയാണ്. അത്രമാത്രം ശ്രദ്ധയോടും സെൻസിറ്റീവായിട്ടാണ് ആ പദ്ധതിയെ ആളുകൾ നോക്കിക്കാണുന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ള പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അതോടൊപ്പം തന്നെ കാർഷിക രംഗത്ത് കാർഷിക വിപണന കേന്ദ്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എല്ലാ ആഴ്ചയിലും ശേഖരിച്ച് അത് പൊതുലേലത്തിൽ വെച്ചുകൊണ്ട് അവർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങളും ഈ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഇടപെടൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രിയപ്പെട്ട മക്കളെ യോഗ്യരാക്കാൻ തക്കവണ്ണമുള്ള നിരവധി കാര്യങ്ങൾ ഈ ട്രസ്റ്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മികച്ച പരിശീലന പരിപാടികൾ, സ്കോളർഷിപ്പുകൾ, അവാർഡുകളെല്ലാം, അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശ വിദ്യാഭ്യാസത്തിനും പോകുന്നവർക്കുള്ള സഹായങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. എൻ്റെ നാടിൻ്റെ ഒപ്പം തന്നെ KLM മാക്സിയുടെ KLM ഫൗണ്ടേഷൻ ഈ കാര്യങ്ങളിൽ കുറേ കൂടി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. KLM ഫൗണ്ടേഷൻ KLM മാക്സിവ സ്ഥാപിച്ച അതേ വർഷം തന്നെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു പ്രസ്ഥാനമാണ്. ഈ മേഖലകളിലൊക്കെ എൻ്റെ നാട് കോതമംഗലം കേന്ദ്രീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ KLM ഫൗണ്ടേഷൻ രാജ്യത്തുടനീളം നിരവധി പരിപാടികൾ ശ്രേഷ്ഠമായ നിലയിൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായും നമുക്ക് ഒരുമിച്ച് നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, ശക്തമായി പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു ഔദാര്യമായി ഈ CSR പ്രവർത്തനങ്ങളെ കാണേണ്ടതായിട്ടില്ല. നമ്മുടെ ഒരു ഉത്തരവാദിത്വവും നമ്മുടെ ഒരു ചുമതലയുമായി അതിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും എല്ലാവരും അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു നാടായി നമ്മുടെ നാടും കേരളവും മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി ഈ CSRുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള ഈ അവസരത്തിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വലിയ തിളക്കം വാങ്ങുന്ന ലോകത്ത് ജീവിക്കുക, ഒരു മത്സരങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മത്സരങ്ങളിൽ തീർച്ചയായും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പിന്തള്ളപ്പെട്ട് ജീവിക്കുന്നവരുടെ വേഗത കൂടി നമ്മൾ അളക്കുവാനും ആ വേഗതയ്ക്ക് അല്പം സ്പീഡ് കൂട്ടിക്കൊടുക്കുവാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ തീർച്ചയായും വലിയ വിജയം നമ്മുടെ നാടിനുണ്ടാക്കാൻ കഴിയും. ആ ഒരു തോന്നലിലാണ് CSR പ്രവർത്തനങ്ങൾ എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയുടെയും KLM ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നൽകിയ അവസരത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. സർ, ഞാൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ. ഞാൻ സൈവറിറ്റസ് റിസ്ക് അഡ്വൈസറി എന്ന കമ്പനിയുടെ CEO ആണ്. ഓക്കെ. സാറിൻ്റെ ഈ എഫേർട്സൊക്കെ തീർച്ചയായിട്ടും ഒരു റവല്യൂഷൻ തന്നെ സൃഷ്ടിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നിരുന്നാൽ പോലും റീസെൻ്റ്ലി തമിഴ്നാട്ടിലെ ഒരു പ്രസ്ഡ് യൂണിവേഴ്സിറ്റി അതിലെ ഒരു റിസർച്ച് ആർട്ടിക്കിളിൽ ഞാൻ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ CSR ഈസ് നോട്ട് എ മിയർ ചാരിറ്റി ബട്ട് എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇറ്റ് സെൽഫ്. അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു ചെറിയ വ്യൂ കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. താങ്ക് യു. ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ടാറ്റയുടെ ഉദാഹരണം പറഞ്ഞതും അത് തന്നെയാണ്. ടാറ്റ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ് അതിൻ്റെ അർത്ഥം. ടാറ്റ ഈ രാജ്യത്തെ ജനങ്ങളെ ചേർത്ത് വെച്ച് കരുതി മുന്നോട്ട് പോയതിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമാണ് ടാറ്റ ഗ്രൂപ്പിന് ലഭിക്കുന്ന വിശ്വാസ്യത. അത് തീർച്ചയായും എല്ലാവർക്കും CSRും ഒരു വിശ്വാസ്യതയുടെ
പര്യായമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും.